മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള കരട് പട്ടികയിൽ കല്ലുകടി. അനർഹർ പട്ടികയിൽ കടന്നുകൂടിയെന്നും ദുരന്തബാധിതർ ചിലർ ഒഴിവാക്കപ്പെട്ടെന്നുമാണ് ആക്ഷേപം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മേപ്പാട് പഞ്ചായത്ത് ഓഫീസിലെത്തി ദുരന്തബാധിതർ പ്രതിഷേധിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം ADMന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. പിഴവുണ്ടെങ്കിൽ തിരുത്തുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഈ രണ്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് പരാതികളെല്ലാം സ്വീകരിക്കും. ഇരട്ടിപ്പുണ്ടായാൽ അത് നോക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതല്ലേ. നമ്മളൊരു പേര് പറഞ്ഞാൽ ആ പേരുള്ള അഡ്രസ്സുള്ള ഒരാൾ ഒരെണ്ണമല്ലേ ഭൂമിയിൽ ജീവിച്ചിരിക്കുള്ളൂ. ഞാൻ ഉറപ്പ് പറയുന്നു, ഗവൺമെൻറ്റിന് വേണ്ടി ഒരാശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. നിലവിലുള്ള ലിസ്റ്റിൽ പെടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരട്ടിപ്പുണ്ടായ സംഭവങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ പുതിയതായി ഉൾക്കൊള്ളേണ്ട ആളുകളുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയതാണ്. DDMA യോഗം അംഗീകരിച്ചതാണ്. അതിലുള്ള കുറവുകളാണല്ലോ ഈ ദിവസം പരിശോധിക്കുക. അത് പൂർണ്ണമായി പരിഹരിക്കും. സുർജിത്ത് അയ്യപ്പത്ത വയനാടൻ ചെയ്തു. സുർജിത്ത്, കരട് പട്ടികയാണ് തിരുത്തപ്പെടേണ്ട പട്ടികയാണ്. എന്തുറപ്പിലാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്? ഇന്ന് രാവിലെ മുതലാണ് പ്രതിഷേധ പരിപാടികൾ നടന്നത്. കാരണം ഈ കരട് പട്ടികയിൽ 388 പേരാണ് ഉൾപ്പെട്ടിരുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ കരട് പട്ടിക ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ആ കരട് പട്ടിക പക്ഷേ അതിനകത്തൊരു പരിശോധന ആക്ഷൻ കൗൺസിൽ നടത്തി. ആ പരിശോധനയിലാണ് മുണ്ടക്കയിലെ 11ാം വാർഡിൽ മാത്രം അതിൽ 70ഓളം പേരാണ് ഇരട്ടിപ്പ് വന്നിട്ടുള്ളത്. മാത്രമല്ല പല അനർഹരും അതിനകത്തുണ്ട്. അർഹതയുള്ള ആളുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല പല പാടികൾ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ക്രമവിരുദ്ധമായ നടപടികൾ ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത്. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലൊരു ചർച്ചയ്ക്കുള്ള നീക്കമായിരുന്നു നടന്നിരുന്നത്. LSGDയുടെ ജോയിന്റ് ഡയറക്ടറാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുമായി ചർച്ചയ്ക്ക് വേണ്ടി എത്തിയത്. ആ ഘട്ടത്തിലാണ് പ്രതിഷേധവുമായി ഈ സമരസമിതിയുടെ നേതാക്കളും അതോടൊപ്പം തന്നെ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളും എല്ലാവരും ഹാളിനകത്തേക്ക് എത്തിയത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ഉപരോധ സമരമാണ് നടന്നത്. ഉപരോധ സമരത്തെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ആദ്യം വൈത്തിരി തഹസിൽദാർ എത്തി. പിന്നീട് ഈ DMO, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ADM ചില ഉറപ്പുകൾ നൽകിയത്. അതായത് ഈ ലിസ്റ്റ് പുനഃപരിശോധന വേണമെന്നുള്ള ആവശ്യമാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. അതായത് പട്ടിക തന്നെയാണ്, കരട് പട്ടികയാണ്. എന്തായാലും ആരും ഒഴിവാക്കപ്പെടില്ലെന്ന് ഉറപ്പ് മന്ത്രി കെ രാജൻ 24ലൂടെ പറയുന്നുണ്ട്. സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രതിഷേധക്കാർ.